ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ പോലും ഇറാൻ ലോകത്തോട് പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 90-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിലക്കേർപ്പെടുത്തിയ, ഭീഷണിപ്പെടുത്തിയ, ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയ, ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് ഇറാൻ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഈ സംസ്കാര ചടങ്ങ് അവർ അമേരിക്കക്കെതിരെ ലോകത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള നയതന്ത്ര പരീക്ഷണം കൂടി ഈ സമയത്തും ഇറാൻ പുലർത്തിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഓരോ കോണിൽ നിന്നും ദശലക്ഷക്കണക്കിന് വിലാപയാത്രകളാണ് ഇറാൻ്റെ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. അതേസമയം പ്രസിഡന്റുമാർ, പാർലമെൻറ്റ് സ്പീക്കർമാർ, മന്ത്രിമാർ, മതപണ്ഡിതന്മാർ, രാഷ്ട്രീയ പ്രതിനിധി സംഘങ്ങൾ എന്നിവരുമായി എത്തിയ വിമാനങ്ങൾ പകൽ മുഴുവൻ മെഹ്റാബാദ് എയർപോർട്ടിൽ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അയൽ രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളിൽ നിന്നും വിദൂര ഭൂഖണ്ഡങ്ങളിൽ നിന്നും എത്തിയത് വെറുമൊരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല, ഇറാൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സ്വാധീനം പെരുപ്പിച്ച ഒരു നേതാവിന് വിട ചൊല്ലുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കൂടിയായിരുന്നു. രക്തസാക്ഷിത്വം വരിച്ച ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയെ ആദരിക്കുന്ന ചടങ്ങ് സമീപകാല ദശകങ്ങളിൽ ഇറാൻ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഒന്നായി ഇത് മാറി. ഇതൊരു ദേശീയ ദുഃഖാചരണത്തെ ആഴമേറിയ നയതന്ത്ര, രാഷ്ട്രീയ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാക്കി മാറ്റിത്തീർക്കുകയാണ് ഇവിടെ ഇറാൻ. കറുപ്പണിഞ്ഞ ഒരു നഗരം. പുലർച്ചയ്ക്ക് വളരെ മുമ്പ് തന്നെ ടെഹ്റാൻ നഗരം പൂർണ്ണമായും ദുഃഖത്തിലാണ്ടിരുന്നു. നഗരത്തിന് വിശാലമായ വീഥികൾ വിലാപയാത്രക്കാരുടെ നദികളായി മാറുന്ന കാഴ്ച. പാലങ്ങളിലും പൊതുചത്വരങ്ങളിലും കറുത്ത ബാനറുകൾ ഉയർന്നു. ഫെബ്രുവരി 28-ന് ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിനും വസതിക്കും നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടൊപ്പം രക്തസാക്ഷിത്വം വരിച്ച നേതാവിൻ്റെ ശരീരം സൂക്ഷിച്ചിരുന്ന ഇമാം ഖമേനി ഗ്രാൻഡ് മൊസല്ലയ്ക്ക് ചുറ്റും വിലാപഗീതങ്ങളും പള്ളികളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും മുഴങ്ങിക്കേട്ടു. എത്തിച്ചേർന്ന ഓരോ പ്രതിനിധി സംഘവും ആ അസാധാരണ ദിനത്തിലേക്ക് മറ്റൊരു അധ്യായം കൂടി കൂട്ടിച്ചേർത്തു. വിദേശ അതിഥികളെ ഹോട്ടലുകളിൽ എത്തിക്കുന്നതിനായി ഒഫീഷ്യൽ എസ്കോർട്ട് സംഘവും എയർപോർട്ട് പ്രോട്ടോകോൾ ടീമുകളും മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മൊസല്ലക്കുള്ളിൽ നയതന്ത്രജ്ഞരും മതപുരോഹിതന്മാരും സൈനിക ഉദ്യോഗസ്ഥരും പാർലമെന്റേറിയന്മാരും സാധാരണക്കാരായ പൗരന്മാരും പരസ്പരം തോളോട് തോളു ചേർന്ന് അതീവ ദുഃഖത്തോടെ നിശബ്ദരായി നിലയുറപ്പിച്ചു. ലോകമാദരാജ്ഞലികൾ അർപ്പിക്കുന്നു. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ചടങ്ങിന് ലഭിച്ച അന്താരാഷ്ട്ര ശ്രദ്ധയെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. വന്നവരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സന്ദർശകരിൽ ഒരാളായിരുന്നു ചൈനീസ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഹെയ് വെയ്. അദ്ദേഹം ഇറാനിയൻ ജനതയ്ക്ക് അനുശോചനം അറിയിക്കുകയും ടെഹ്റാനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തോടുള്ള ചൈനയുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇറാൻ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാഖും ഇറാനും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരവും മതപരവും രാഷ്ട്രീയവുമായ ബന്ധങ്ങളെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതൊരു ബഹുമതിയും കടമയുമാണെന്ന് ഇറാഖ് പാർലമെന്റ് സ്പീക്കർ ഹൈബത്ത് അൽ ഹൽറൂസി വിശേഷിപ്പിച്ചത്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് നെച്ചിർവാൻ ബർഖാസിയും പങ്കെടുത്തു. ബലാറസ് ഹൗസ് സ്പീക്കർ ഈഗോർ സെർജിങ്കോയെയാണ് പ്രതിനിധിയായി അയച്ചത്. അദ്ദേഹം ആയത്തുള്ള ഖമേനിയെ തൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരവും പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തിയ നേതാവായി പ്രശംസിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് പാർലമെന്റ് സ്പീക്കർ ഹാഫിസ് ഉദ്ദീൻ അഹമ്മദ്, ലെബനനിലെ അമൽ പ്രസ്ഥാനത്തിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികൾ, ഇന്തോനേഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഖത്തർ, മൊറോക്കോ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതന്മാർ, റഷ്യ, തുർക്ക്മെനിസ്ഥാൻ, സ്പെയിൻ, ഇക്വഡോർ, ബൊളീവിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികൾ എന്നിവരും അപൂർവമായ ഈ അന്താരാഷ്ട്ര ചടങ്ങിൽ പങ്കുചേർന്നിട്ടുണ്ട്. 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മതസ്ഥാപനങ്ങളുടെ പ്രതിനിധികളും 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രമുഖരും അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുത്തതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ നേതൃത്വം ഒന്നിച്ചു നിൽക്കുന്നു. വിദേശ പ്രതിനിധികൾക്കൊപ്പം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതൃനിരയും ഒന്നിച്ച് അണിനിരുന്നു. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ്, ജുഡീഷ്യറി ചീഫ് ഗുലാം ഹുസൈൻ മൊഹസെനി, അസംബ്ലി ഓഫ് എക്സ്പെൻഡിറ്റി കൗൺസിൽ
ഗാർഡിയൻ കൗൺസിൽ എന്നിവയിലെ മുതിർന്ന അംഗങ്ങൾ, ക്യാബിനറ്റ് മന്ത്രിമാർ, നിയമസഭാ അംഗങ്ങൾ, സൈനിക കമാൻഡർമാർ, പ്രമുഖ പുരോഹിതന്മാർ എന്നിവരെല്ലാം ദശലക്ഷക്കണക്കിന് സാധാരണ ഇറാനികൾക്കൊപ്പം രക്തസാക്ഷിത്വം വരിച്ച ആയത്തുള്ള അലി ഖമനേയിയുടെ ആദരാജ്ഞലികൾ അർപ്പിക്കുന്ന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്പ്, IRGC, ആർമി, ബാസിജ് ഗ്രൂപ്പ്, സായുധ സേനയുടെ മറ്റ് ഉപവിഭാഗങ്ങൾ എന്നിവയിലെ മുതിർന്ന കമാൻഡർമാരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭരണ സംവിധാനങ്ങളെ മാത്രമല്ല, ഇറാനിയൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ഒത്തുചേരലായി ഇറാൻ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. സന്ദർശകരായ പല ഉദ്യോഗസ്ഥരും ആയത്തുള്ള ഖമേനിയെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇറാന് പുറത്തേക്കും വ്യാപിപ്പിച്ച ഒരു വ്യക്തിത്വമായി അനുശോചനക്കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രാദേശിക പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ, ദേശീയ പരമാധികാരത്തിനായുള്ള വാദം, വിദേശ ഇടപെടലുകളെ നിരസിക്കൽ എന്നിവയിലേക്കാണ് അനുശോചന സന്ദേശങ്ങൾ ആവർത്തിച്ച് വിരൽ ചൂണ്ടിയത്. വന്നുകൂടിയ പലർക്കും ഈ നഷ്ടം വ്യക്തിപരമായിരുന്നു. സന്ദർശകരായ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയത്തെ 4 പതിറ്റാണ്ടിലേറെ തൻ്റെ തീരുമാനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും രൂപപ്പെടുത്തിയ ഒരു ഭരണാധികാരിയുടെ വിയോഗം അംഗീകരിക്കുന്ന നിമിഷമാണ് എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ചില പൈതൃകങ്ങൾ കല്ലറയിലേക്കല്ല, മറിച്ച് അവരെ ഓർക്കുന്നവരിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുന്നു എന്നൊരു സന്ദേശം ലോകത്തിന് നൽകാൻ ടെഹ്റാനിലെ വൻ ജനക്കൂട്ടം ദൃഢനിശ്ചയം ചെയ്തതുപോലെ തോന്നി എന്നാണ് ഒരു ഉന്നത നേതാവ് പ്രതികരിച്ചത്. അഹമ്മദ് ഷാ മസൂദിന്റെ മകൻ അഹമ്മദ് മസൂദ് രക്തസാക്ഷിത്വം വരിച്ച നേതാവിന് ആദരാജ്ഞികൾ അർപ്പിച്ച ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെക്കുറിച്ച് ഇതിലും അനുയോജ്യമായ ഒരു വിവരണം എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം സ്വർഗത്തിനർഹമായ ഒരു ജീവിതം നയിച്ചു. സ്വർഗം ഉറപ്പിച്ചൊരു രക്തസാക്ഷിയായി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പേർഷ്യൻ ചൊല്ലുണ്ട്: മഹാന്മാർ ഒരിക്കലും യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല, അവർ കാലത്തിലൂടെ ജീവിക്കുന്നു. അവരുടെ ആശയങ്ങളുടെ ഒഴുക്ക് ചരിത്രത്തിന്റെ ഹൃദയത്തിലൂടെ തുടർന്നു പോകുന്നതാണ്. പലർക്കും ആയത്തുള്ള ഖമേനി ആ ചൊല്ലിന്റെ സാക്ഷാത്കാരമായിരുന്നു എന്നാണ് ഇറാൻ മീഡിയ പുറത്തുവിട്ട റിലീസിൽ പറയുന്നത്. അദ്ദേഹത്തെ പിന്തുണക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഓർമ്മ പ്രസംഗങ്ങളിലും നയങ്ങളിലും മാത്രമല്ല, ടെഹ്റാനിലേക്ക് ഒത്തുകൂടിയ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കാൽപ്പാടുകളിലും അത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ടെഹ്റാനിലെ സന്ധ്യ മയങ്ങിയപ്പോഴും വിലാപയാത്രക്കാരുടെ ഒഴുക്ക് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടില്ല. കുടുംബങ്ങൾ പൂക്കളും ഖുർആനും അന്തരിച്ച നേതാവിൻ്റെ ചിത്രങ്ങളുമായി ഗ്രാൻഡ് മൊസല്ലയിലേക്ക് ഒഴുകി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൻ്റെ തുടക്കം ഓർക്കാൻ കഴിയാത്തത്ര ചെറുപ്പക്കാരായ, എന്നാൽ അതിൻ്റെ അവസാന അധ്യായത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രായമുള്ള കുട്ടികളോടൊപ്പം പ്രായമായ ആളുകളും കടന്നു വന്നു. ഒടുവിൽ ഈ സംസ്കാരം വെറുമൊരു ചടങ്ങ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് മാറി. അത് ദുഃഖത്തിലാണ്ടൊരു ജനതയുടെ ചിത്രമായി, അന്താരാഷ്ട്ര നയതന്ത്രത്തിൻ്റെ സംഗമ ഭൂമിയായി. ഒരു നേതാവിൻ്റെ മൂല്യം അളക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ വർഷങ്ങളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷമുള്ള നിശബ്ദതയിലാണെന്ന ഓർമ്മപ്പെടുത്തലായും അത് മാറി. ഈ ദിവസം ടെഹ്റാൻ ലോകത്തോട് സംസാരിച്ചത് പ്രസംഗങ്ങളിലൂടെയോ പ്രഖ്യാപനങ്ങളിലൂടെയോ അല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് കാൽപ്പാടുകളിലൂടെയും എണ്ണമറ്റ പ്രാർത്ഥനകളിലൂടെയും വിട പറയലിൻ്റെ ഗാംഭീര്യത്തിലൂടെയുമാണ്. അവസാനം ഈ സാഹചര്യത്തിൽ ഒരു കവിത പറയപ്പെടുന്നുണ്ട്: അറബിയെ പോലെ എന്നെ വായിക്കരുത്, വലത്തു നിന്ന് ഇടത്തോട്ട്. ലാറ്റിൻ ഭാഷ പോലെ എന്നെ വായിക്കരുത്, ഇടത്തു നിന്ന് വലത്തോട്ട്. ചൈനീസ് പോലെ എന്നെ വായിക്കരുത്, മുകളിൽ നിന്ന് താഴോട്ട്. എന്നെ ലളിതമായി വായിക്കൂ, വളരെ ലളിതമായി എന്നെ വായിക്കൂ. സൂര്യൻ ചെയ്യുന്ന പോലെ പുല്ലിനെ വായിക്കരുത്, കുരുവി വായിക്കുന്ന പോലെ പൂക്കളുടെ പുസ്തകം. ഈ കവിതയാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇന്ന് ഓർമ്മകളായി നിഴലിച്ചു നിൽക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.